എമ്പുരാൻ റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലെത്തി. ഇന്നലെ രാത്രി മുതലാണ് കേരളത്തിൽ ചിത്രത്തിന്റെ പുതിയ പതിപ്പ് പ്രദർശിപ്പിച്ചു തുടങ്ങിയത്. ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയിട്ടും ചിത്രത്തിൽ ദേശവിരുദ്ധതയുണ്ട് എന്ന് RSSന്റെ മുഖപത്രം ഓർഗനൈസർ ആരോപിക്കുന്നു. സംഘപരിവാർ ആക്രമണങ്ങൾക്കും 24 വെട്ടിനും ശേഷമാണ് എമ്പുരാൻ റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ആദ്യ പ്രദർശനം തിരുവനന്തപുരം ആർടെക് മാളിലെ തിയേറ്ററിലാണ് നടന്നത്. ഉച്ചയോടുകൂടിയാണ് കേരളത്തിലെ മറ്റ് തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിച്ചു തുടങ്ങിയത്. വെട്ടിയ എമ്പുരാന്റെ റിലീസ് പുറത്തു വന്നിട്ടും ചിത്രത്തിനെതിരെ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ വീണ്ടും രംഗത്ത് വന്നു. റീ എഡിറ്റ് ചെയ്തിട്ട് പോലും ചിത്രത്തിൽ ദേശവിരുദ്ധതയും ഹിന്ദു ക്രിസ്ത്യൻ വിരുദ്ധതയും തുടരുന്നു എന്നാണ് ഓർഗനൈസറിന്റെ ആരോപണം. മുരളി ഗോപി പൃഥ്വിരാജ് ബന്ധത്തെപ്പറ്റി അന്വേഷിക്കണമെന്ന് ഓർഗനൈസർ വ്യക്തമാക്കി. അതേസമയം സെൻസർ ബോർഡ് ഭരണകൂട താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും പ്രദർശന അനുമതി കിട്ടിയ ശേഷം സിനിമയ്ക്കെതിരെ പ്രകോപനമുണ്ടാക്കുന്നതിൽ രാഷ്ട്രീയമുണ്ടെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറയുന്നു. BJPയോടുള്ള പ്രതിഷേധവുമായി എമ്പുരാൻ എല്ലാവരും കാണണമെന്നും ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു എന്ന് സിനിമയിൽ പറയുന്നുണ്ടെന്നും ദീപാദാസ് മുൻഷി പ്രതികരിക്കുന്നുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായവുമായിട്ടാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി രംഗത്ത് വരുന്നത്. ഇപ്പോൾ വലിയ വാദപ്രതിവാദങ്ങളാണ് ആ സിനിമയെ ചൊല്ലി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ പാൻ വേൾഡ്, പാൻ ഇന്ത്യ എന്നൊക്കെ വലിയൊരു ഹൈപ്പ് കൊടുത്ത് പുറത്തിറക്കിയ ആ ഒരു സിനിമ ഇപ്പോൾ വലിയ വാദപ്രതിവാദങ്ങളാണ് ആ സിനിമയെ ചൊല്ലി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും മാധ്യമങ്ങളിലൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വികലമായ രീതിയിൽ ക്രൈസ്തവ വിശ്വാസത്തെ ഈ സിനിമയിലൂടെ അപമാനിക്കുന്നു, അവഹേളിക്കുന്നു എന്ന ആശങ്ക ആ സിനിമ കണ്ടിറങ്ങിയ പല ക്രൈസ്തവ വിശ്വാസികളും പങ്കുവയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിനിമയെ അനുകൂലിക്കുന്നവർ പറയുന്ന ഒരു വാദഗതിയുണ്ട്, സിനിമയായി മാത്രം കണ്ടാൽ മതിയില്ല എന്ന തരത്തിൽ സിനിമയെ അനുകൂലിക്കുന്നവർ അങ്ങനെ പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ എമ്പുരാൻ സിനിമയിൽ 17 കട്ട് 24 കട്ട് അങ്ങനെ നിരവധി കട്ടിംഗ് ഒക്കെ നടത്തി പുതിയ വർഷം സിനിമ തിയേറ്ററുകളിൽ വരാൻ പോകുന്നു അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ എമ്പുരാൻ സിനിമയിൽ എമ്പുരാൻ സിനിമയിലൂടെ യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നുണ്ടോ? എത്രത്തോളം ഒരു ഡീപ്പായി അല്ലെങ്കിൽ തന്ത്രപരമായിട്ടാണ് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുവാനുള്ള അജണ്ട ഇതിന്റെ അണിയറ പ്രവർത്തകർ ഈ സിനിമയിലൂടെ നടത്തിയിരിക്കുന്നത്? ഈ വിഷയങ്ങളിൽ പ്രതികരണവുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോയ് കണ്ണൻചിറ CMA. അച്ഛ, സ്നേഹത്തോടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ വാചകമാണ് ആദ്യമേ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയെ നമുക്ക് സിനിമയായി മാത്രം കാണാൻ സാധിക്കുമോ, പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ വിശ്വാസിക്ക്? ജോർജി, ഇത്രയും വലിയൊരു വിവാദ സിനിമയായി ഇത് അവതരിപ്പിക്കപ്പെട്ടത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണെങ്കിൽ പോലും അതിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ക്രൈസ്തവ വിശ്വാസത്തെ ഏതൊക്കെ തരത്തിൽ പരാമർശിച്ചിട്ടുണ്ട്, അത് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് എന്നറിയാൻ വേണ്ടി ഈ സിനിമ ഞാൻ കാണുകയുണ്ടായി. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ജോർജി പറഞ്ഞ ഈ ഒരു കമൻറ്റിനോട് യോജിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയുമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. സിനിമയെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി എന്ന് പറയാനാണെങ്കിൽ ഈ വിഷയങ്ങൾ വെച്ചുകൊണ്ട് സിനിമ എടുത്തവരുടെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ഒരു സിനിമ നിർമ്മിച്ചവരുടെ ലക്ഷ്യം എന്താണ്? സംവിധാനം ചെയ്തവരുടെ ലക്ഷ്യം എന്താണ്? ഇതിൻ്റെ തിരക്കഥ എഴുതിയ മുരളി ഗോപിയുടെ റിസർച്ച് വർക്ക് പോയ വഴികൾ, ആ റൂട്ട് മാപ്പ് ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. മുരളി ഗോപിയുടെ തിരക്കഥയുടെ റൂട്ട് മാപ്പ് അത് പോയത് എവിടെ നിന്നൊക്കെ ക്രിസ്ത്യൻ വിരുദ്ധത ഉൽപ്പാദിപ്പിക്കാമോ ആ പ്രയോഗങ്ങളും സ്ഥലനാമങ്ങളും ഒക്കെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാഖിലെ ഒരു നഗരത്തിൽ വെച്ചാണ് ഈ ലൂസിഫർ, മോഹൻലാൽ കഥാപാത്രമായിരിക്കുന്ന ഈ ലൂസിഫർ ഒരു മയക്കുമരുന്ന് വ്യാപാരിയുമായിട്ടുള്ള ഒരു സംവാദം നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് കരഘോഷ്, അങ്ങനെ ആ വാക്കാണ്, കാരാഘോഷ്. യെസ്, കാരാഘോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ കാരാഘോഷ് എന്ന് പറയുന്ന സ്ഥലം ISIS തീവ്രവാദികൾ ക്രൈസ്തവരെ കൊന്ന് തള്ളിക്കളഞ്ഞ ക്രൈസ്തവരുടെ രക്തസാക്ഷി മണ്ഡപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരാഘോഷ്. ഈ മുരളി ഗോപി, ഈ ലൂസിഫർ എന്ന് പറഞ്ഞ പിശാചിൻ്റെ പ്രതിനിധിയായി വന്നു നിൽക്കുന്ന ഈ ലൂസിഫറിനെ കൊണ്ട് ഈ സംവാദം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഈ കാരാഘോഷ് എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ഒരു ഇറാഖിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് വെച്ചാണ്. ഈ പള്ളിയുടെ മുകളിൽ ഒരു കുരിശ് നാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുരിശ് ഈ സംവാദത്തിന് ശേഷം ഇത് ആക്രമണം ഉണ്ടാകുന്നു. ഈ ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജിനെ അതിനകത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ആക്രമണ സമയത്ത് അവസാനം കാണിക്കുന്നത് ഈ കുരിശ് തലകുത്തി താഴേക്ക് വീഴുകയാണ്. കുരിശ് കത്തുന്നു,
അപ്പോൾ കുരിശിന്റെ ബാക്കി രണ്ട് ഭാഗം ഒടിഞ്ഞു പോകുന്നു. ഈ എൽ എന്നുള്ള ഷേപ്പ് മാത്രം അവശേഷിപ്പിക്കുന്നു. ഈ തിരക്കഥ ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ ബ്രില്യൻസിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രൈസ്തവരുടെ ഏറ്റവും വിശുദ്ധമായ ചിഹ്നമായ വിശുദ്ധ കുരിശിനെ നേരെ മുറിച്ച് ലൂസിഫറിന്റെ എല്ലുണ്ടാക്കാൻ വേണ്ടി ഈ മുരളി ഗോപി നടത്തിയ ഈ ഒരു ഗവേഷണം, എനിക്ക് മുരളി ഗോപിയോടും പൃഥ്വിരാജിനോടും ചോദിക്കാനുള്ളത്, ഈ ലോകത്തിലും ഈ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ ഈ നാടിന് നന്മ ചെയ്തും സ്വന്തം വിശ്വാസത്തെ ആദരിച്ചും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആദരിച്ചുമൊക്കെ ജീവിക്കുന്ന ക്രൈസ്തവരോട് ഇത്തരത്തിൽ അവർ ആദരിക്കുന്ന പ്രതീകങ്ങളെ വിരൂപമാക്കി കച്ചവടം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം പണത്തൂക്കത്തിന്റെ ലാഭമാണെങ്കിൽ ഞങ്ങൾ അത് വേണമെങ്കിൽ പിരിച്ചു തരാം, ഞങ്ങളെ അപമാനിക്കാതിരിക്കാവോ എന്നെനിക്ക് മുരളി ഗോപിക്ക് അരി മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ക്രൈസ്തവർ പിരിവെടുത്ത് തരും. പൃഥ്വിരാജിന് അരി മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ അതിന് ഞങ്ങളുടെ വിശുദ്ധ നാമങ്ങളെ ആക്ഷേപിച്ചിട്ട് താങ്കൾ അരി മേടിക്കരുതേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാം. ഞങ്ങൾ പിരിച്ചു തരാം, ഞങ്ങൾ പിരിവെടുത്ത് തരാം. പൃഥ്വിരാജിനോട് എനിക്കുള്ള അപേക്ഷയാണ്, ഞങ്ങൾ പിരിവെടുത്ത് തരാം. നിങ്ങൾ ഞങ്ങളെ വെറുതെ ജീവിക്കുന്ന പാവപ്പെട്ട ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കരുത്. താങ്കളുടെ ബ്രോഡാഡി എന്ന സിനിമ അതും സിനിമയായിട്ട് മാത്രം കാണണം. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതും സിനിമയായിട്ട് മാത്രം കാണണം. അപ്പോൾ അതിനകത്തുള്ള പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേര് ഈശോ എന്നാണ്. വിവാഹത്തിന് മുമ്പ് ഒരു യുവതിയെ ഗർഭിണിയാക്കിയിട്ട് അബോർഷൻ നടത്താൻ നിർബന്ധിക്കുന്ന പൃഥ്വിരാജിന്റെ ആ കഥാപാത്രത്തിന് ഈ ഭൂലോകത്തിൽ 700 കോടിയിലധികം ജനങ്ങളുള്ള ഈ ഭൂലോകത്തിൽ പൃഥ്വിരാജിന് 700 കോടി പേരുകളുണ്ടായിട്ടും ഈശോ എന്നുള്ള ഒരൊറ്റ പേര് മാത്രമേ പൃഥ്വിരാജിന് ഇടാനായിട്ട് കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ, പൃഥ്വിരാജെ, എനിക്ക് പൃഥ്വിരാജിനോട് ചോദിക്കാനുള്ളത്, താങ്കൾക്ക് ഈ 700 കോടി പേരുകളുണ്ടായിട്ടും വെറും ഒരു പേര് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഞങ്ങൾ പ്രാർത്ഥനയോടെ വിളിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന്റെ പേര് മാത്രം എടുത്ത് ഈശോ എന്നുള്ള പേരെടുത്ത് ഈശോ വ്യഭിചാരം ചെയ്തു, ഈശോ അബോർഷന് പ്രേരിപ്പിച്ചു എന്ന് പറയിപ്പിക്കാൻ വേണ്ടി താങ്കൾ നടത്തുന്ന ആ ബുദ്ധിയുണ്ടല്ലോ, അത് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് എന്ന് താങ്കളോട് മലയാള ഭാഷയിൽ പറയുകയാണ്. താങ്കൾ വിദേശത്തൊക്കെ പഠിച്ചതൊക്കെ, പക്ഷേ മലയാളവും താങ്കൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. താങ്കൾക്ക് ഇങ്ങനെ ഞങ്ങളെ മുറിപ്പെടുത്തിയും ആക്ഷേപിച്ചും അരി മേടിക്കണം എന്നുള്ളതാണ് താങ്കളുടെ വാശിയെങ്കിൽ ഞങ്ങൾ പിരിവെടുത്ത് തരാം സഹോദര. താങ്കൾക്ക് ഉപജീവനത്തിനുള്ള വക ഞങ്ങൾ പിരിവെടുത്ത് തരാം. അതുകൊണ്ട് ജോർജി, അത്തരത്തിലുള്ള വാദഗതികൾ അതൊക്കെ ഈ ഒരു സാക്ഷര സംസ്കാരമുള്ള കേരളത്തിൽ ഓടുകയാണ്. ഇതൊന്നും സിനിമ മാത്രമായിട്ട് കാണാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല. ആന്റണി പെരുമ്പാവൂരും ഇതിന്റെ മറ്റു നിർമ്മാതാക്കളുണ്ടല്ലോ, ഗോകുലം ഗോപാലൻ, ഒരുപക്ഷെ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈപ്പിൽ ഈ മുടക്കുകാശ് തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ബിസിനസ്സുകാർ ഇതിനകത്ത് പണം ഇറക്കുന്നത്. അല്ലാതെ ഗോകുലം ഗോപാലൻ ഇപ്പം ക്രൈസ്തവരെ ആക്ഷേപിക്കണമെന്ന ലക്ഷ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയയാൾ, ഇത് സംവിധാനം ചെയ്തയാൾ, അവരിതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ, ഈ സിനിമ എന്നുള്ള മേഖലയിലൂടെ തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ പൃഥ്വിരാജിന്റെ ഒരു 8-10 സിനിമകൾ, ഇതിൽ മുഴുവൻ പൈശാചിക ആരാധനയും ദൈവവിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ജുഗുപ്സാവകമായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അത് സാമാന്യ ബോധമുള്ള മലയാളി ചിന്തിക്കുന്നതിനകത്ത് അതിനകത്ത് വിഭാഗീയതയെന്നോ വർഗീയതയെന്നോ വിളിക്കാൻ പറ്റുമോ? അല്ലെ, നമ്മുടെ ഈ ഒരു ചർച്ച കേൾക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഇത്തരത്തിൽ നമുക്കങ്ങനെ വെറുതെ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഒന്ന് തിയേറ്റർ കത്തിക്കോ അല്ലെ പൃഥ്വിരാജിനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുകയോ ഒന്നും ചെയ്യില്ല. മുരളി ഗോപിയെ തല്ലാനോ കൊല്ലാനൊന്നും വരുന്നില്ല. പക്ഷെ ഞങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട് എന്ന് ക്രൈസ്തവ പ്രതീകങ്ങളെ വികൃതമാക്കി വിരൂപമാക്കി പൈശാചിക ആരാധനയെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ദുരുപയോഗിക്കാൻ വേണ്ടി തൂലിക ചലിപ്പിക്കുന്ന മുരളി ഗോപിയും പൃഥ്വിരാജും അറിയണം. കേരളത്തിലെ ക്രൈസ്തവർ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇത് കണ്ടാൽ മനസ്സിലാകും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇതിനെ വെറും സിനിമയാക്കി മാത്രം കാണണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഗീർവാണങ്ങൾ മുഴക്കാതിരിക്കുകയാണ് നല്ലത്. മറ്റൊരു കാര്യം വെച്ചാൽ, ഈ നമ്മൾ ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഉപയോഗിച്ച വാക്കുകൾ അതൊക്കെ കാണുമ്പോൾ ഒരു വിപരീത പദങ്ങളുടെ ഒരു കാൽക്കുലേറ്റഡ് പ്ലേ, പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കില്ലേ? നമ്മൾ പല വാചകങ്ങൾ അത് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവാണ്. ഇപ്പോൾ പൃഥ്വിരാജൻ യൂസ് ചെയ്ത വാക്ക് അന്തിമമായ ഒരു നാമം ഉണ്ടായിരുന്നത് ലൂസിഫറിൻ്റെതാണ് രീതിയിൽ ഈ സിനിമയുടെ ട്രെയിലർ വിചാരിച്ച സമയത്തേക്കാൾ നേരത്തെ അത് റിലീസ് ചെയ്തപ്പോൾ ഈ സമയത്ത് പിശാചിനെ വിളിച്ചു വരുത്തിയത് നിങ്ങളാണ്, ദ ഡെവിൾ ഈസ് ബാക്ക്, അപ്പോൾ ഇതെങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് നിങ്ങൾ കാണൂ എന്നൊക്കെ പറഞ്ഞ് അത് ഒരു നിഷ്കളങ്കമായി സംഭവിച്ചതാണ്. അല്ലെങ്കിൽ പൃഥ്വിരാജ് ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന നടനാണെന്നൊക്കെ നമ്മൾ മുൻപത്തെ ഇന്റർവ്യൂലൊക്കെ പലപ്പോഴും പലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നില്ല, അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വാക്കുകളുടെ ഒരു കാൽക്കുലേറ്റഡ് പ്ലേ ആണോ അവിടെ നടത്തിയത്? അത് നിഷ്കളങ്കമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണോ അത്? നമുക്കിപ്പോൾ ഒരാളുടെ മനസ്സിനകത്ത് കയറി അത് കളങ്കമായിരുന്നോ നിഷ്കളങ്കമായിരുന്നോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയും അതിലെ സ്ക്രിപ്റ്റും ക്രൈസ്തവ വിശ്വാസത്തിന്റെ വിപരീത പദങ്ങൾ കൊണ്ട് എഴുതിയതാണ് എന്ന് ഞാൻ പറയും. കാരണം ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിൽ പിതാവായ ദൈവം, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ചത്. അതനുസരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ഈ പ്രാർത്ഥന പ്രതിദിനം ചൊല്ലി പലതവണ ചൊല്ലി ദൈവഹിതത്തിനനുസരിച്ച് ജീവിതം നയിക്കുന്നു. എന്നാൽ ഈ എമ്പുരാന്റെ പദപ്രയോഗങ്ങൾ വരുമ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവിന്റെ വിപരീത പദമാണ്. അതാണ് പിശാചായിട്ട് അവതരിപ്പിക്കുന്നത്. ഇവിടെ പിശാചിന്റെ വാഴ്ചയ്ക്ക് വേണ്ടി
ദൈവനാമത്തെ ദുരുപയോഗിക്കുകയാണ്. അപ്പോൾ വിപരീത പദങ്ങൾ കൊണ്ടാണ് മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതുന്നത്. അല്ലെങ്കിൽ അത്ര ഗൗരവമായി ഇവർ ഈ വിഷയത്തെ പറ്റി ഗവേഷണം നടത്തുകയും ഏതൊക്കെ പദങ്ങൾ വെച്ചാലാണ് ഇന്ന പദങ്ങൾക്ക് ക്രൈസ്തവര് പവിത്രമായി കരുതുന്ന പദങ്ങളെ ഏതൊക്കെ പദങ്ങൾ ഉപയോഗിച്ചാലാണ് ഏറ്റവും വിരൂപമായും വികൃതമായും ആക്ഷേപിക്കാവുന്നത്, തമസ്കരിക്കാവുന്നത്, അർത്ഥം വ്യതിചലിപ്പിക്കാവുന്നത് എന്നൊക്കെ ഒരു സുപ്രഭാതത്തിൽ കണ്ണടച്ചിരുന്ന് എഴുതിയ സാധനമൊന്നുമല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാകും. സമയമെടുത്ത് നന്നായി ആലോചിച്ച് ഗവേഷണം നടത്തി ബുദ്ധിപൂർവ്വം എഴുതിയതാണ്. എന്നെ സംബന്ധിച്ച് അത് കുബുദ്ധി എന്ന് ഞാൻ വിളിക്കുമെങ്കിലും അത് ആലോചിച്ച് തന്നെ എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് ആടിയെന്ന് മാത്രമേ ഉള്ളൂ മോഹൻലാലും മറ്റ് നടീനടന്മാരൊക്കെ. പക്ഷെ മോഹൻലാലിനെ പോലെ കേരളത്തിലെ പൊതുസമൂഹം ജാതിമത വ്യത്യാസമില്ലാതെ സ്നേഹിക്കുന്ന ഒരു മുഖത്ത് നിന്ന് ദൈവപുത്രൻ തെറ്റു ചെയ്തു, പാപം ചെയ്തു, ദൈവപുത്രന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ദൈവം ലൂസിഫറിനെ, പിശാചിനെ ഉയർപ്പിച്ചേക്കാണ് എന്നൊക്കെ മോഹൻലാൽ പറയുമ്പോൾ, അപ്പൊ മോഹൻലാലിനെ പോലെ ഒരു നടന വിസ്മയം, എല്ലാവർക്കും പ്രിയപ്പെട്ട നടനായിരിക്കെ വ്യത്യസ്തമായ ഒരുപാട് വേഷപ്പകർച്ച മനുഷ്യന്മാരുടെ മനസ്സുകളിൽ ഈ അദ്ദേഹത്തെക്കുറിച്ച് നിറഞ്ഞു നിൽക്കെ ഇങ്ങനെ ഒരു മതവിഭാഗത്തെ മാത്രം ഇത്രയധികം താറടിച്ച് കാണിക്കുകയും അവരെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തതുകൊണ്ട് അവർ പറയുന്നു, അരി മേടിക്കാൻ പണം ഞങ്ങൾ പിരിവിട്ട് തരാം, ഒന്ന് നിർത്തുമോ പ്ലീസ്, ഭീഷണിക്കില്ല, കൊലവിളിക്കില്ല, വധഭീഷണി മുഴക്കി അങ്ങനെ ആളാകാൻ ക്രിസ്ത്യാനികൾക്ക് താല്പര്യമില്ല. ഇനി അതല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ, ഹർത്താലുകൾ നടത്താൻ ഇതിനോടൊന്നുമല്ല താല്പര്യം. മറിച്ച് ഈ രാജ്യത്തിന്റെ ശക്തമായ നീതി സംവിധാനത്തിൽ വിശ്വസിക്കുകയും നീതിയുക്തമായ ഒരു തീരുമാനത്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം വീണ്ടും വിസ്മയമായി മാറുകയാണ് നമ്മുടെ നാട്ടിൽ. നന്ദി.